ഈ സിനിമയിൽ ആ വണ്ടി ഉള്ളതുകൊണ്ട്, അല്ലാതെ ഒരു അണ്ടിയും ഇല്ല. വരുന്നു. അതേപോലെ അടുത്ത വെള്ളിയാഴ്ച പടം ഇല്ലല്ലോ. ചീഞ്ഞ ട്രോഫി ഇതിൽ ഈ ആഴ്ച ഉണ്ടാ? ഈ ആഴ്ച തിയേറ്ററിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പ്രയാഗയുടെ ആവശ്യം ഈ സിനിമയിലേ ഇല്ലായിരുന്നു. അതിങ്ങനെ കേട്ടിങ്ങനെ ഇങ്ങനെ നമുക്ക് കോരി തരിച്ചു പോകും. സീരിയസ് ആയിട്ട് ആ ഒരു സീന് വർത്താണ്. അത്ര വലിയ രസമൊന്നുമില്ല. തിരിച്ചു വരവാണ്, ഒരു എന്റർടൈൻമെന്റും ആണ്. കണ്ടോണ്ടിരിക്കുക, ഒരു ബോറടിയില്ല. നെഗറ്റീവ് ഒന്നും പറയാനില്ല, എല്ലാം വളരെ മോശം. ആവറേജ് ആണ്, അത്ര കുഴപ്പമില്ല. കൊള്ളാം സൂപ്പർ. കുഴപ്പമില്ല. പടം സൂപ്പറാണ്. ഇൻട്രോൾ പഞ്ചൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഷാൻ റഹ്മാൻ്റെ BGM-ഉം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നെഗറ്റീവ് ഒന്നും പറയാനില്ല, എല്ലാം പടം നല്ല നൈസായിട്ടുണ്ട്. നല്ല സിനിമ കണ്ടിരിക്കാം. വളരെ മോശം ബ്രോ. ഇത് ഒരു സിനിമയുടെ കണ്ടന്റ് അത്രയാണെന്നൊന്നുമില്ല, ചുമ്മാ ഒരു വളരെ മോശം. നോർമൽ പടമാണ്, വലിയൊരു ഗംഭീര പടമൊന്നുമല്ല. ബുള്ളറ്റ് പ്രേമികൾക്ക് പറ്റിയ പടമാണ്. ധ്യാനിൻ്റെ തിരിച്ചൊരു എനിക്ക് ഇതിന് മുന്നിലത്തെ പടമാണ് ചീന ട്രോഫിയാണ്, അതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ഇത് അങ്ങനെ ഒരു സ്ലോ ട്രാക്ക് പടമാണ്. ബുള്ളറ്റിനോട് ആരാധന ഉള്ളവർക്ക് ഈ പടം കാണണം. ഒരു കുടുംബ ഫാമിലിയും കൂടെ ഇത് പറയുന്നുണ്ട്. ഇതൊരു ബുള്ളറ്റ് ആരാധകരൊക്കെ ഉള്ള ഒരു കുടുംബ ഫാമിലി പറയുന്ന കഥയാണ്. കൊള്ളാം, നല്ല പടമാണ്. കുഴപ്പമില്ല, മലയാള പടം, വലിയ കുടുംബ സ്റ്റോറി. അത്ര വലിയ രസമൊന്നുമില്ല. എടുത്തത് വലിയ ബോറില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ല ബുള്ളറ്റൊക്കെ ഉള്ളവർ കാണേണ്ട സിനിമയാണ്. കുടുംബമായിട്ട് വന്ന് കാണാം, കുഴപ്പമില്ല. ഇത് ഒരു ബുള്ളറ്റിന് സ്നേഹിക്കുന്നവർ ആ ഒരു സെറ്റപ്പാണ്. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ഫാമിലിക്കും വന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റ് പ്രേമിക്ക് പറ്റിയൊരു സിനിമയാണ്. കുഴപ്പമില്ല, നല്ല ഫീലാണ്. ചെറിയ നൈസ് മൂവിയാണ്, കണ്ടോണ്ടിരിക്കുക, നല്ല രസമുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ബുള്ളറ്റ് ഒരു വണ്ടി പ്രേമം അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസൻ എന്താ വണ്ടിയുടെ ഒരു ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. തിരിച്ചു വരവാണ്, ഒരു എന്റർടൈൻമെന്റും ആണ്. കണ്ടോണ്ടിരിക്കുക, ഒരു ബോറടിയില്ല. ബുള്ളറ്റിനെ കുറിച്ചുള്ള ഒരു സെറ്റപ്പ് ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം ബുള്ളറ്റിനെ പ്രണയിച്ചവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു സിനിമ അത്ര തന്നെ. നമ്മൾ മിസ് ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ മരിച്ചു പോയില്ല അയാളുടെ ഡബ് ചെയ്ത് ഇങ്ങനെ ഓരോ ചെയ്യണ ഒരു സംഭവം. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, കേരളത്തിലുള്ള എല്ലാവർക്കും ബുള്ളറ്റിനെ പ്രണയിക്കുന്ന ആൾക്കാരാണല്ലോ. പടം എടുത്തു പറയാനായിട്ട് ഈ സിനിമയിൽ പേര് പോലെ തന്നെ ബുള്ളറ്റ്, അല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ ഒരു വണ്ടിയായിട്ടുള്ളൊരു കണക്ഷൻ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ബുള്ളറ്റായിട്ടുള്ള ഒരു ഇമോഷൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയാൻ കൊള്ളാമെന്ന് തോന്നിയത് പെർഫോമൻസിൽ കൂടെ ബുള്ളറ്റാണ്. ബുള്ളറ്റ് കണ്ട് നോക്കിയിരുന്നു. നമ്മൾ ഏതൊരു ബുള്ളറ്റ് പ്രേമിക്കും ആ ഒരു ബുള്ളറ്റ് കാണുമ്പോഴേ ഒരു വികാരം തോന്നും. ആ സാധനം ബുള്ളറ്റിൽ തോന്നും. പിന്നെ ധ്യാൻ്റെ പെർഫോമൻസ് എല്ലാ സിനിമയിലുള്ള പോലെയൊക്കെ തന്നെയാണ്. എടുത്തു പറയാനായിട്ടൊന്നും അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ചളിയൊക്കെ കുറവായിരുന്നു തോന്നുന്നു. കുറച്ച് സീരിയസ് ക്യാരക്ടർ ചെയ്ത പോലെ തോന്നി. എന്നാലും നമുക്ക് ആ വണ്ടിയുടെ ആയിട്ടുള്ളൊരു കണക്ഷൻ അല്ലാതെ യൂത്തിനെ ഫോക്കസ് ചെയ്ത് എടുക്കാൻ കണക്കിന് ഒന്നുമില്ല. യൂത്തിനെ ഇത് ഒരു വണ്ടിയും ഒരാളുമായിട്ടുള്ളൊരു ബന്ധം കാണിക്കണം. സാധാരണ മലയാള സിനിമയെ പോലെ അതിന് വണ്ടിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് അത്രയേ ഉള്ളൂ, അല്ലാതെ എടുത്തു പറയാൻ ഒന്നുമില്ല. പിന്നെ ഈ പ്രയാഗയുടെ ആവശ്യം ഈ സിനിമയിലേ ഇല്ലായിരുന്നു. ആ പുള്ളിക്കാർ എന്തിന് ഇതിനകത്ത് കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു പുതുമുഖ നടിക്ക് കൊടുക്കാൻ കണക്കിന് ഒരു 3-4 സീനേ ഉള്ളൂ. പുള്ളിക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. വരുന്നു. അതേപോലെ അടുത്ത വെള്ളിയാഴ്ച പടം ഇല്ലല്ലോ. ചീഞ്ഞ ട്രോഫി ഇതിൽ ഈ ആഴ്ച ഉണ്ടാ? ഈ ആഴ്ച തിയേറ്ററിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പുള്ളിക്ക് എന്താണ്, പുള്ളിക്ക് കാശ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാശ് കിട്ടണോണ്ടല്ലേ നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് ചോദിക്കണത്. അല്ലാതെ ഇത് എല്ലാം ഫണ്ടാണ്, കാശാണ്. ബുള്ളറ്റാണ്. ബുള്ളറ്റിൽ ഇങ്ങനെ ത്രോട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ഓ എൻ്റെ അതിങ്ങനെ കേട്ടിങ്ങനെ ഇങ്ങനെ നമുക്ക് കോരി തരിച്ചു പോകും. സീരിയസ് ആയിട്ട് ആ ഒരു സീന് വർത്താണ്. അത് ആ ബുള്ളറ്റ് സ്നേഹിക്കണ ഒരാൾക്ക് മനസ്സിലാവും. ആ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു വികാരം. അത് പോയിട്ട് 70 കാലത്തിലേക്ക് വണ്ടി എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ തൊട്ട് തൊഴാൻ തോന്നും. അത്രയ്ക്ക് വണ്ടി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ആ വണ്ടി ഉള്ളതുകൊണ്ട്, അല്ലാതെ ഒരു അണ്ടിയും ഇല്ല. എന്തിനു പറയാൻ. കൊള്ളാം, എന്തായാലും